കറി ചീത്തയല്ലേ? എങ്ങനെ കഴിക്കും? എന്താണ് ഇതിന്റെ വായിൽ നാക്കില്ലേ? എന്താളേ ഇടേ പുട്ട് കല്ലോലെ ഇരിക്കണ്, കറി ചീത്തയായി, എടുത്ത് ഒറ്റ എറി കഴിഞ്ഞാൽ അവിടെ വീഴും. ഗൗരി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കഴിക്കാൻ വേണ്ടി നേരത്തെ വിളിക്കുക. അപ്പൊ കഴിച്ചില്ലേ? ഇല്ല, കഴിച്ചില്ല. നമുക്ക് പുറത്തേക്ക് കഴിക്കാം. നമുക്ക് പുറത്തേക്ക് കഴിക്കാം. എന്നാ പിന്നെ ഞാനുണ്ട്. ചേട്ടൻ കഴിച്ചല്ലേ ഉള്ളൂ. മകളെ, ചേട്ടന്റെ വയറ്റിൽ 2 അറയുണ്ട്. ഒരെണ്ണം ഫില്ലയിൽ അടുത്ത കലിയായിരിക്കും കേട്ടാ. ചീത്തായ കറിയെന്ന് അതെടുത്ത് എന്തിനാ? കടായി ഞാൻ കൈ കഴിട്ട് വരാം. ചുമ്മാ കിടന്ന് വിശന്ന് വന്നായിരുന്നു. എല്ലാരും പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞല്ലോ. കേശുവേ, രാവിലെ എത്ര മണിക്കാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ? ഒരു 8-8:15 ആണല്ലോ. ഞാൻ രാവിലെ 7:30 ഉണ്ടാക്കി വെച്ചേക്കുന്നതായത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതേ ഉച്ചയ്ക്കല്ല. ഇത് ചീത്തയായി പോയതിന് എൻ്റെ കയ്യിലെ കുറ്റമല്ല. സമയത്തിന് കഴിക്കാൻ വന്നില്ലെങ്കിൽ ഭക്ഷണം ചീത്തയായി പോകും. അല്ലാണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാമല്ലോ. ഡാ, നിനക്ക് ഗൗരി വിളമ്പി തന്നാൽ മാത്രമേ ഇറങ്ങുള്ളോ? നീ കല്യാണത്തിന് മുമ്പ് നിനക്ക് ആമാശയൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ പൊട്ടി മുളച്ചതാണോ? സമയത്തിന് കഴിക്കാൻ വന്നോളാം. എന്നിട്ട് ഭക്ഷണത്തെ കുറ്റം പറഞ്ഞുണ്ടല്ലോ എടുത്ത ഭക്ഷണം വേസ്റ്റ് ആക്കാനായിട്ട് ഓരോന്ന് ഇറങ്ങി തിരിച്ചോളും. സ്റ്റഡി ക്ലാസ് കഴിഞ്ഞില്ലെങ്കിൽ ഫുഡ് എവിടെ കടയിൽ രാവിലെ കയറ്റിയില്ല 8 മണിക്ക്. നിങ്ങളും കഴിക്കാമല്ലോ. സമയം കുറെ ആയല്ലോ ഇപ്പൊ. ദഹിക്കില്ല. എന്തിനാ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് കറി എടുത്ത് മണത്ത് നോക്കണത്? കടായി പോവാം പെട്ടെന്ന് ആ അമ്മ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ മരുന്നും മേടിച്ചോണ്ട് വരാം. ശരി. ലച്ചു മക്കളെ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നാ? ഇല്ല, ഞാൻ കാന കഴിക്കാൻ ഇങ്ങനെ വരുകയായിരുന്നു. അപ്പോഴാ കുഴിപ്പള്ളത്തെ അമ്മ വിളിച്ച്. നിനക്കൊക്കെ ഉണ്ടാക്കി വെക്കണം ഞാനിവിടെ. ഓരോന്നോരോന്നും നടക്കും ഫോണും കൊണ്ട് തെക്കേ പറമ്പിലും വടക്കേ പറമ്പിലും. സമയത്തിനൊന്ന് കഴിച്ചു വേണം. അവരൊക്കെ കഴിക്കണേ. ഇത് കൈ കഴുകിട്ട് കഴിച്ച ചമ്മേ. ഞാനേ അപ്പുറത്ത് മാറി നിന്ന് കഴിച്ചോളാം. കഴിച്ചാ പോരെ? കഴിക്കാം. ചീത്തായ ഫുഡ് അവള് തന്നെ കഴിക്കട്ടെ. അവൾക്കുള്ള പണിഷ്മെന്റ്. അമ്മ, ഈ ഫുഡ് എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാ? ഇത് ചീത്തായി പോയില്ലേ? ഇതിനടുത്ത് കളയണം. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റിയ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ വേസ്റ്റ് ആവൂലേ? അമ്മ, ഇവർക്കെല്ലാം പണിഷ്മെന്റ് കൊടുക്കണം. ഉറപ്പായിട്ടും. സമയത്ത് കഴിക്കാത്തവരെല്ലാം പട്ടിണി കിടും. അപ്പൊ ഇവർക്കൊക്കെ ഒരു പണിഷ്മെന്റ് കൊടുക്കാം അല്ലേ? കുഞ്ഞു ഇടയ്ക്ക് കഴിക്കാറില്ലല്ലോ സമയത്തിന് ഭക്ഷണം. എനിക്കൊരാളെ കഴിക്കാം. കുഞ്ഞായി പോയില്ലേ അല്ലേ? തരാം. എന്നാ പ്ലേറ്റിങ് എടുത്തുണ്ടോ? പൊട്ടിക്കരുത് കേട്ടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.